ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഈ ആഴ്ചയുടെ അവസാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിനായ സ്തോത്രം. ആമേൻ. പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ആമേൻ. എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരാം. ഇന്നലെ പകൽക്കാലം നമ്മൾ ചിന്തിച്ച വിഷയം പൗലോസ് കൈസരിയയിൽ നിന്ന് റോമിലേക്ക് യാത്ര ചെയ്ത ആ ദുഷ്കരമായ യാത്രയെ കുറിച്ചായിരുന്നു. മനുഷ്യ ജീവിതവും പൗലോസിന്റെ യാത്രയും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് അനേക ആഴമേറിയ സത്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുവാനുണ്ട് എന്നുള്ളത് ഒരു ചെറിയ സൂചന ഞാൻ ഇന്നലെ പകൽക്കാലം നിങ്ങളോട് സംസാരിച്ചപ്പോൾ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. അദ്രിയ കടലിൽ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിൽ ഈശാനുമൂലൻ എന്ന് പറയുന്നതായ ആ ഉഗ്രമായ കൊടുങ്കാറ്റിൽപ്പെട്ട് പൗലോസ് യാത്ര ചെയ്തുകൊണ്ടിരുന്ന കപ്പൽ ആടി ഉലഞ്ഞ് എവിടെ എത്തും എന്നറിയാതെ നേരെ പടിഞ്ഞാട്ട് ആ കടലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിവേഗം അത് ചെന്ന് മാൾട്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ മെലിറ്റ എന്ന മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ മാൾട്ട എന്നാണ് ആ ദ്വീപിന് പേരിട്ടിരിക്കുന്നത്. ആ മെലിറ്റ ദ്വീപിൽ ചെന്ന് കപ്പലിന്റെ അണിയം ഉറച്ചു. ഒരു മണൽ തിട്ടയിൽ ചെന്ന് ഇടിച്ചത് കാരണം കപ്പൽ ഉടഞ്ഞുപോയി. കപ്പൽ അനേക ഛിന്ന ഭിന്നമായി കടലിൽ തടിക്കഷ്ണങ്ങൾ പൊങ്ങി. കപ്പലിലുണ്ട് ശതാധിപൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നീന്തി രക്ഷപ്പെടുവാൻ കഴിയുന്നവർ നീന്തി രക്ഷപ്പെടണം, അല്ലാത്തവർ തടിക്കഷ്ണങ്ങളിലോ മറ്റോ ആശ്രയിച്ച് ഈ കാണുന്ന കരയിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് 276 പേരും രക്ഷ പ്രാപിക്കാൻ ഇടയായിത്തീർന്നു. ഏതാനും ചില ദിവസങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ആരോ പിന്നെ താങ്ക് യു. അവരുടെ യാത്രാമധ്യേ പൗലോസ് അവരോട് പറഞ്ഞു, നമ്മുടെ കപ്പലിന് ഛേദം സംഭവിക്കും, എന്നാൽ നമ്മുടെ പ്രാണന് ഛേദം സംഭവിക്കയില്ല എന്ന് ദൈവം എന്നോട് അരുളി ചെയ്തു എന്ന് പൗലോസ് അവരോട് അറിയിച്ചു. അതുപോലെ തന്റെ പ്രവചനം, തന്റെ ദൂത് സംഭവിക്കാനിടയായി. കപ്പൽ ഉടഞ്ഞുപോയി, ജനം തണുത്ത വെള്ളത്തിൽ വീണു, ശീതക്കാറ്റ് ശക്തിയായി വീശുകയാണ്. തണുത്ത് വിറച്ച് ആ ഒരു കൂട്ടം ആളുകൾ ആ മെലിറ്റ ദ്വീപിൽ എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്ന ജനത്തെ നമ്മൾ ഭാവനയിൽ ഒന്ന് കാണണം. അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. വെള്ളത്തിൽ വീണതിനാൽ ഉണ്ടായ ആ വലിയ മാനസിക ക്ലേശം, ശാരീരിക ക്ലേശവും അവരനുഭവിക്കുന്നു. മരം കോച്ചുന്ന തണുപ്പാണ്, ശരീരം കോച്ചി ഉറയ്ക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ശാരീരികമായി തളർന്നവർ, മാനസികമായി തളർന്നവർ, ആകെ ക്ഷീണിച്ച ഒരു ജനവിഭാഗം. അതെ, അവർ ആ ദ്വീപിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് അവർ ചെയ്ത കാര്യം ഇവിടെ 28-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ ആ ദ്വീപുവാസികൾ ഇത് കണ്ട് ഓടിക്കൂടി വിറക് പറത്തിക്കൂട്ടി തീയരിച്ചു. അവരുടെ തണുപ്പ് മാറുവാനായി തീ കൂട്ടി. അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 28-ാം അധ്യായത്തിൽ നമ്മൾ ഒരു പ്രത്യേക കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അവരോട് ചേർന്ന് വിറകു പറത്തി തീയിൽ എന്ന് നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി.
നമ്മൾ പൗലോസിനെ ചെയ്യപ്പെട്ടത് മിഷണറി ആയിട്ട്, ഒരു അപ്പോസ്തലനായിട്ട്, ഒരു പ്രവാചകനായിട്ട്, ഒരു നല്ല പ്രഭാഷകനായിട്ട്, ഒരു വേദ പണ്ഡിതനായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ പൗലോസിനെ പരിചയപ്പെടുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷകൻ. ഞാൻ അവിടെ വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഒരു തലക്കനവും പൗലോസിനില്ല. തണുക്കുന്നു, സ്വന്തമായി അവിടെ ഇറങ്ങി നടന്ന് ഉണക്കവിറവ് പറക്കി തീ കൊണ്ടിട്ട് തീ കത്തിച്ച് മറ്റുള്ളവർ കൂടെ ചൂട് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. പല ശുശ്രൂഷകന്മാരെയും എൻ്റെ യാത്രമധ്യേ, എൻ്റെ ജീവിതയാത്ര കണ്ടിട്ടുണ്ട്. മേശപ്പുറത്തിരിക്കുന്ന ആഹാരം വിളമ്പിക്കൊടുക്കാതെ പലരും കഴിക്കത്തില്ല. കാരണം ഞാൻ ഏതാണ്ടാണെന്നുള്ള ഇന്ത്യയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരുമാതിരി ദുരഭിമാനമാണ്. അതൊക്കെ പൗലോസിനെ നോക്ക്, അതിന് സ്തോത്രം. അദ്ദേഹം ഒരു മിഷണറിയാണ്. അദ്ദേഹത്തെ പോലെ ഒരു വലിയ ദൈവദാസനെ ഇതുവരെ നാം ലോകത്തിൽ കണ്ടിട്ടില്ല. അത്ര വേദ പണ്ഡിതനാണ്. പക്ഷേ അവിടെ ഇറങ്ങി നടന്ന് വിറവ് പറക്കുകയാണ്. എന്തിന്? തനിക്കും സ്നേഹിതർക്കും ചൂട് ഉണ്ടാകുവാൻ. അപ്പൊ നമ്മുടെ വേലയെ കുറിച്ചുള്ള ഡിഗ്നിറ്റി നമുക്കുണ്ടാകണം. ഏത് ശുശ്രൂഷയും എപ്പോഴും ചെയ്യുവാൻ, എവിടെ വെച്ചും ചെയ്യുവാൻ ദൈവത്തിന്റെ ദാസീദാസന്മാർ, ദൈവമക്കൾ സന്നദ്ധരാകണം. അതൊരു നാണംകേടല്ല. സേവനം ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. സേവനം ഒരു അനുഗ്രഹമാണ്. നമ്മളത് ചെയ്യണം. ആ സന്ദർഭത്തിലാണ് ആ തീയിൽ നിന്ന് ആ വിറക് എടുത്തിട്ടുമ്പോൾ അതിൽ നിന്നൊരു അണലി പുറപ്പെട്ടു. വൈപ്പർ എന്നായിരിക്കുന്ന ഏറ്റവും വിഷമുള്ള ഒരു പാമ്പെന്ന. മലയാളത്തിൽ അതിന് അണലി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വിഷമുള്ള ഒരു പാമ്പ് പൗലോസിന്റെ കയ്യിൽ ചുറ്റി. പൗലോസ് അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. അവിടെ ഉള്ളവർ നോക്കി നിൽക്കുമ്പോൾ അവർ പറഞ്ഞത്, ഇവൻ ഇപ്പോൾ ഈ വിഷപ്പാമ്പിന്റെ ദംശനം ഏൽക്കാൻ സാധ്യതയുണ്ട്, അവൻ വയറ് വീർക്കാൻ സാധ്യതയുണ്ട്, അവൻ ഇപ്പോൾ ഉരുണ്ട് വീണ് ചാകാൻ ഇടയുണ്ട്. അവൻ എന്തു ഭവിക്കും എന്നവർ നോക്കി നിൽക്കുമ്പോൾ പൗലോസ് ഒന്നും ഭവിച്ചില്ല. ലോകം നോക്കി നിൽക്കുമ്പോൾ പൗലോസിൽ കടന്നുകൂടിയ വിഷപ്പാമ്പിനെ പൗലോസ് തീയിൽ കുടഞ്ഞു കളഞ്ഞു. പലപ്പോഴും പത്തി വിരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിഷപ്പാമ്പുകൾ എന്റെയും നിങ്ങളുടെയും നേരെ ചീറ്റിപ്പാഞ്ഞു വരാറുണ്ട്. നമ്മുടെ ജീവിതത്തെ കയറി പിടിക്കുവാൻ അത് പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ ദൈവമക്കൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ നമുക്ക് ആത്മികമായി മനസ്സിലാക്കേണ്ടത്, കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ നടുവിലേക്ക് അതിനെ കുടഞ്ഞു കളക. പരിശുദ്ധാത്മാവ് ശക്തിയിൽ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുടഞ്ഞു കളഞ്ഞാൽ അവിടെ നമുക്ക് വിടുതല. ഹല്ലേലൂയ. അങ്ങനെ പൗലോസ് വിടുവിക്കപ്പെടുവാനിടയാക്കും. മറ്റുള്ളവർ ഇവൻ എന്ത് ഭവിക്കും എന്ന് നോക്കി നിൽക്കുമ്പോൾ അവന് സ്തോത്രം, ദൈവം അതിന്റെ നടുവിൽ പൗലോസിനെ വിടുവിച്ചു. 2020 അനേകര് ഇവർക്ക് എന്ത് ഭവിക്കും, ഇവൻ എന്ത് ഭവിക്കും, ഇവന്റെ കുടുംബത്തിന് എന്ത് ഭവിക്കും, ഇവന്റെ സൃഷ്ടി എന്തായിരിക്കും എന്ന് നോക്കി നിന്നവരുടെ മുൻപിൽ ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിനായി സ്തോത്രം. അവന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവൻ എന്ത് ഭവിക്കും, ഇവർക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നമ്മളെ കടാക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ആ ദ്വീപിൽ അവരെത്തിക്കഴിഞ്ഞപ്പോൾ ആ ദ്വീപ് വാസികൾ അവരോട് വളരെയധികം ആദരവ് കാണിച്ചു. അവർക്ക് ആവശ്യമായതൊക്കെ കൊടുത്തു. ആ ദ്വീപ് വാസികളിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ദ്വീപിലെ ഒരു ഗവർണറാണ് പുബ്ലിയോസ് എന്ന് പറയുന്ന ആൾ. ആ ദ്വീപിലെ ഗവർണറാണ് പുബ്ലിയോസ്. അദ്ദേഹം ഒരു ലാൻഡ് ലോർഡാണ്. അദ്ദേഹത്തിന് ആവശ്യമായതൊക്കെയും ധനവും ഒക്കെയുണ്ട്. അതെല്ലാം ഈ ദൈവമക്കൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി, തടവുകാർക്ക് വേണ്ടി, പൗലോസിന് വേണ്ടി ചിലവിടുവാൻ അവർ തയ്യാറായി തീർന്നു. അങ്ങനെ വേണ്ടുവോളം അവരെ സഹായിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് പൗരസ്ത്യ സംസ്കാരം ഒരു ഘടകമാണ്. നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും സന്നദ്ധരായിരിക്കണം, അവസരം നോക്കി നിൽക്കുന്നവരായിരിക്കണം. തീത്തോസിന്റെ ലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അതിഥി സൽക്കാരം ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കണം, മറ്റുള്ളവരെ സഹായിപ്പാൻ മുന്നിട്ട് നിൽക്കണം. ഇത് ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്ന ഒരു നല്ല സ്വഭാവമാണ് അതിഥി സൽക്കാരം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ വീട്ടിലേക്ക് സ്വീകരിക്കുവാനും അതിഥി സൽക്കാരം ചെയ്യുവാനും ഒക്കെ ഉള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. നമുക്ക് അബ്രഹാം തന്റെ വീട്ടിൽ വന്ന 3 പേരെ സൽക്കരിച്ചു വിട്ടു. അബ്രഹാമിന് നമ്മുടെ കൂട്ടുള്ളതായ വീടുകളൊന്നുമില്ല, മരച്ചുവട്ടിലായിരുത്തിയത്. അത് സേറായിക്ക് അന്ന് കഴിയുന്ന നിലയിൽ ശുശ്രൂഷിച്ചു, ദാസന്മാരെ കൊണ്ട് ആഹാരം ഒരുക്കിച്ചു. ആ 3 പേരെ സൽക്കരിച്ചു വിട്ടു. 3 പേരെ ഒരു നേരം ആഹാരം കൊടുത്ത് സൽക്കരിച്ചു വിട്ടു. പക്ഷേ അബ്രഹാമിന്റെ സന്തതിയെ 215 വർഷക്കാലം 40 വർഷം മരുഭൂമി യാത്രയിൽ ആ ദൈവമാണ് പോറ്റി പുലർത്തിയത്. അവന് സ്തോത്രം. അബ്രഹാം ആ വീട്ടിൽ വന്ന 3 പേർക്ക് ഒരു നേരത്തെ ആഹാരമേ കൊടുത്തുള്ളൂ. എന്നാൽ അബ്രഹാമിന്റെ സന്തതിക്ക് 40 വർഷം മരുഭൂമിയിൽ ആഹാരം കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം ആരുടെയും കടക്കാരനല്ല. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം നമ്മളെ സഹായിക്കും. ഇവിടെ പൗലോസിനെ നമ്മൾ കാണുന്നത് 2 പ്രത്യേക നിലയിലാണ്. 1, സേവനം ചെയ്യുന്ന ഒരു മനുഷ്യൻ. 2, പൗലോസ് ഇവിടെ ഒരു ശുശ്രൂഷകനായി മാറുന്നു, അഥവാ കർത്താവിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നു. അതാണ് തന്നെ കയ്യിൽ ചുറ്റിയ അണലിയെ താൻ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ പുബ്ലിയോസിന്റെ പിതാവ് ലൂക്കോസ് പറയുന്നത് അതിസാരവും പനിയും പിടിച്ചു കിടന്നെന്ന. പനിയും അതിസാരവും പിടിച്ചു കിടന്നു. ഇംഗ്ലീഷില് ഡിസെൻട്രി എന്ന് എഴുതിയിരിക്കുന്ന വയറുകടി. അത് വലിയ കഠിനമായ പനിയും വയറുകടിയും പിടിച്ച് അത് മരണത്തോളം എത്തിക്കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ പുബ്ലിയോസിന്റെ പിതാവ്. പൗലോസ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കി. ഇപ്പോൾ പൗലോസിനെ നമ്മൾ കാണുന്നത് ഒരു ഹീലിംഗ് മിനിസ്ട്രി നടത്തുന്ന ശുശ്രൂഷകരായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത 3 മാസം അവർ ആ ദ്വീപിൽ പാർത്തു. കാരണം കപ്പൽ ഓട്ടം വളരെ പ്രയാസമായതുകൊണ്ട്. ശീതകാലമാണ്. ഇനിയും അവിടെ നിന്ന് റോമിലേക്ക് പോകണമെങ്കിൽ ദീർഘമായ മലുകൾ യാത്ര ചെയ്തേ റോമിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ കപ്പലോട്ടം വളരെ പ്രയാസമായതുകൊണ്ട് 3 മാസം ആ ദ്വീപിൽ പാർക്കേണ്ടി വന്നു. ഈ 3 മാസം പൗലോസിന് കിട്ടിയ ഒരു നല്ല സന്ദർഭം. പൗലോസ് ആ ദ്വീപവാസികളോട് സുവിശേഷം പറഞ്ഞു. തന്റെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരോട് സുവിശേഷം പറയുവാൻ ഒരവസരം ലഭിച്ചു. ചിന്തിക്കണം, ആ തടവുകാർ റോമിലെത്തിയാൽ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പേ ദൈവം സുവിശേഷം കേൾക്കുവാൻ ഒരു ചാൻസ് ഒരുക്കി കൊടുക്കുമെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിന് സ്തോത്രം. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ദൈവം അവന്റെ ജീവിതത്തിൽ സുവിശേഷം കേൾക്കുവാൻ ഒരു ചാൻസ് ഒരുക്കി കൊടുക്കും. അങ്ങ് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അത് കേൾക്കുന്നവന്റെ വിൽ പവർ അനുസരിച്ചാണ്. അവന് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ സ്വീകരിക്കേണ്ട. അപ്പൊ 3 മാസത്തെ അവിടുത്തെ താമസം കഴിഞ്ഞ് അവർ അലക്സാണ്ട്രിയ കപ്പലിൽ കയറി. അഥവാ ആ ദ്വീപിലേക്ക് വന്ന ചരക്കുമായി വന്ന ഒരു കപ്പലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അലക്സാണ്ട്രിയ കപ്പൽ. അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ വടക്കൻ ഭാഗമാണ്. അവിടെ നിന്ന് ചരക്ക് കയറ്റി വന്ന ഒരു കപ്പലിൽ ഇവരെ മുഴുവനും കൂടെ 3 മാസം കഴിഞ്ഞ് ഏതാണ്ട് AD 60 അവിടെ ഈ കപ്പൽ വസന്തകാലത്ത് പിന്നെയും അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ റോമിലേക്ക് യാത്ര തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി മനുഷ്യന് ദുർഗ്രഹമായ മാർഗങ്ങളിൽ കൂടെ ദൈവം നീങ്ങുന്നവരാണ്. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് മനുഷ്യന് ദുർഗ്രഹമായ അഥവാ ഗ്രഹിക്കുവാൻ കഴിയാത്തതായ മാർഗങ്ങളിലൂടെ
ദൈവം നീങ്ങുന്നവരാണ്. നമുക്കത് ആദിയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇതുകൊണ്ടാണ് നാം പലപ്പോഴും ദുർഘടമായ സമയങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഭീതിപ്പെട്ടു പോകാനുള്ള കാരണം അതാണ്. നമുക്കതിന്റെ അന്ത്യം അറിഞ്ഞുകൂടാ. എന്നാൽ ആദിയിലെ അന്ത്യം അറിയാവുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ഏത് വ്യക്തികളുടെയും ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ആരുടെയും ജീവിതത്തിൽ ദുർഗ്രാഹ്യമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് അതിശയിച്ചു പോകരുത്, ഭീതിപ്പെട്ടു പോകരുത്, അവിടെ നിരാശപ്പെട്ടു പോകരുത്. അതിലൂടെ ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ സംഘം അതിവേഗം അവിടെ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് അവർ റോമിൽ എത്തിച്ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഏറ്റവും സന്തോഷപ്രദമായിരിക്കുന്ന ഒരു വാക്യമാണ് 14, 15 വാക്യം. അത് വായിക്കാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. വാക്യം എന്ന് വായിച്ചാൽ, അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. അവിടത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യുപരവും ത്രിവണ്ടവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ആമേൻ. എല്ലാവരുടെയും ബൈബിളിൽ 28-ാം അധ്യായം 14-ാം വാക്യം, 28-ാം അധ്യായം 14-ാം വാക്യം. 14-ഉം 14-ഉം 28-ആണ്. 28-ാം അധ്യായം 14-ാം വാക്യം. അങ്ങനെ പൗലോസ് റോമിൽ എത്തി. ഇവിടെ ലൂക്കോസ് എഴുതിയത് എങ്ങനെയാണ്? പിന്നെ ഞങ്ങൾ റോമിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. ദീർഘനാളത്തെ റോമിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ മറുപടി, ദീർഘനാളത്തെ പൗലോസിന്റെ പ്രാർത്ഥനയുടെ മറുപടി, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ മറുപടി ഇതാ ഇവിടെ ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ റോമിൽ എത്തി. കർത്താവിന് സ്തോത്രം. പറയുമ്പോൾ എളുപ്പമാണ്. ഞങ്ങൾ അങ്ങനെ റോമിൽ എത്തി. ദൈവത്തിന്റെ വാഗ്ദത്തം യെരൂശലേമിൽ ലഭിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തം പൗലോസിന് വീണ്ടും ലഭിച്ചു. യാത്രാമധ്യേ ദൈവത്തിന്റെ വാഗ്ദത്തം പിന്നും ലഭിച്ചു. പ്രാണന് ആനി വരികയില്ല. ദൈവത്തിന്റെ പരിപാലനം കൂടെയിരുന്നു. അപ്യാപുരത്തിലെയും ത്രിമണ്ഡലത്തിലെയും വിശ്വാസികൾ, റോമിലെ വിശ്വാസികളും ഈ ദൈവദാസനെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. താൻ അവിടെ എത്തുന്നതിന് മുമ്പേ റോമാലേഖനം അവിടെ എത്തിയിരുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് എഴുതി, എനിക്ക് നിങ്ങളുടെ മുഖം കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് നിങ്ങളെ വന്ന് കണ്ട് എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കണമെന്നും വല്ല കൃപാവരങ്ങളും നിങ്ങൾക്ക് നൽകണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എഴുതിയ ആ വാക്യം വളരെ അർത്ഥവത്തായിട്ടൊരു വാക്യമാണ്. 1-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയത് ഇങ്ങനെയാണ്: എനിക്ക് നിങ്ങളെ വന്ന് കാണണം എന്ന് വളരെ ആഗ്രഹമുണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് അതിന്റെ 11-ാം വാക്യത്തിലാണ്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. കരിയേറിയ വർഷമായി കോരിന്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ജോലി മിഷണറി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസ് എഴുതിയത്, റോമിലെ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും നിങ്ങൾക്കും തമ്മിലുള്ളതായ കൂടിക്കാഴ്ചയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആത്മിക വരം, അത് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ, നിങ്ങൾ നിമിത്തം എനിക്ക് ഒരു ആശ്വാസം ലഭിക്കുമെങ്കിൽ അതിനായി ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും താൻ എഴുതി, ഞാൻ സ്പെയിനിലേക്ക് പോകുന്ന വഴിയിൽ റോമിൽ ഇറങ്ങി നിങ്ങളെ കണ്ട് നിങ്ങളാൽ യാത്ര അയക്കപ്പെടേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നു. തന്റെ ആഗ്രഹം അതായിരുന്നു, എനിക്ക് സ്പെയിനിലേക്ക് പോകണം. പോകുന്ന വഴിയിൽ ഞാൻ റോമിൽ ഇറങ്ങി നിങ്ങളെ കണ്ട് നിങ്ങളാൽ സ്പെയിനിലേക്ക് യാത്ര അയക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ദൈവം അവനോട് പറഞ്ഞു, പൗലോസേ, നീ റോമിൽ എന്നെ കുറിച്ച് സാക്ഷീകരിക്കും. ഇതെല്ലാം കൂടെ ഒത്തുകൂടി പൗലോസിനെ കുറിച്ച് ലൂക്കോസ് എഴുതിയത്. അങ്ങനെ ഞങ്ങൾ റോമിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് റോമിൽ നിന്ന് 43 മൈൽ തെക്കുള്ള ഒരു സ്ഥലമാണ് അപ്പ്യാപുരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് 35 മൈൽ തെക്കുള്ള ഒരു സ്ഥലമാണ് ത്രിമണ്ഡപം എന്ന് പറയുന്ന സ്ഥലം. ഈ ത്രിമണ്ഡപം അന്നത്തെ യാത്രക്കാർ വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും ആഹാരം കൊടുക്കുകയും താമസ സൗകര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സഹോദരന്മാർ റോമിൽ നിന്ന് ത്രിമണ്ഡപം വരെയും വന്നു. ചിലർ അപ്പ്യാപുരം വരെയും വന്നു. പൗലോസിനെ തിരക്കി വരികയാണ്. അവർ ഒന്നിച്ച് അവിടെ വെച്ച് സമ്മേളിച്ചു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അവരെ കണ്ട് ദൈവത്തെ വാഴ്ത്തി. ആ വാക്ക് ഒന്നുകൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർ എന്നെ എതിരേറ്റു വന്നു. അവരെ കണ്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവമക്കൾ തമ്മിൽ കണ്ട് ദൈവത്തെ സ്തുതിച്ച് ധൈര്യം പ്രാപിച്ചു. ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകേണ്ട ആത്മീക നന്മ, ആത്മീക അനുഭവം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതുവരെ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ധൈര്യം പ്രാപിക്കുക. ദൈവമക്കൾ ഒന്നിച്ച് കാണുന്നത് ധൈര്യം പ്രാപിക്കാനാണ്. എന്നാൽ അതിന്റെ മെയിൻ കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. മലനാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന എലിസബത്തും നസ്രയത്തിൽ താമസിച്ചുകൊണ്ടിരുന്നതായ മറിയയും തമ്മിൽ മറിയ 30 മൈൽ മലമ്പ്രദേശത്തെത്തി. അതെ, അവിടെ ചെന്ന് യോഹന്നാന്റെ അമ്മയായിരിക്കുന്ന എലിസബത്തിനെ കണ്ട് വന്ദനം പറഞ്ഞപ്പോൾ യോഹന്നാൻ എലിസബത്തിന്റെ ഉള്ളിലാണ്. അവിടെ യോഹന്നാൻ തുള്ളി എന്ന് വായിക്കുന്നു. അപ്പോൾ എലിസബത്ത് ആത്മാവ് നിറഞ്ഞവളായി. അപ്പോൾ മറിയ ആത്മാവ് നിറഞ്ഞവളായി. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചു നോക്കുക. ദൈവമക്കൾ പരസ്പരം കാണുമ്പോൾ ഉണ്ടാകുന്ന ആത്മീക സന്തോഷം എത്ര വലുതാണ്. ഹല്ലേലൂയ. ഇന്ന് അത്രയും ഉണ്ടോ? നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇന്ന് തമ്മിൽ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഈ കൊറോണ വൈറസ് വന്നേ പിന്നെ നമ്മൾ മുമ്പൊക്കെ ചെയ്യുന്ന ഷെയ്ക്ക് ഹാൻഡ് പോലും മാറിപ്പോയി. ഇപ്പൊ അടുക്കളോട്ട് വരുന്നവൻ കൈ ഉരുട്ടി പിടിച്ചോണ്ടാ വരുന്നത്. എന്ന് പറഞ്ഞാൽ കൈ ഉരുട്ടി പിടിച്ച് അപ്പുറത്തെ ഇപ്പുറത്തെ മുട്ടിച്ച് വെച്ച് പോക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. ഇനി എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് ദൈവമേ ആർക്കറിയാം. ഏതായിരുന്നാലും ഒരു കാലത്ത് ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ എത്രയോ സന്തോഷമായി. അവരുടെ ഉള്ളിൽ പ്രമോദമായിരുന്നു. അവർ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞതാണെങ്കിൽ ഒരിക്കലും അസ്ഥാനത്തല്ല. ഇവിടെ ദൈവമക്കൾ ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് ഓർമ്മയിൽ വയ്ക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തവും നമ്മുടെ ഹൃദയ അഭിലാഷവും വിശ്വാസവും ഒത്തുചേരുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദത്തവും നമ്മുടെ ഹൃദയ അഭിലാഷവും വിശ്വാസവും ഒത്തുചേരുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. ഇവിടെ ഇതാ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. ഞങ്ങൾ റോമിൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. പൗലോസ് റോമിൽ എത്തിച്ചേർന്നതിന് ശേഷം പൗലോസ് ഒരു തടവുകാരനാണ്. ഉടനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിടുകയല്ല. തനിക്കൊരു വീട്ടു തടങ്കലാണ് അവിടെ കൊടുത്തത്. അവിടുത്തെ ഗവൺമെന്റ് തനിക്ക് കൊടുത്തത് ഒരു വീട്ടു തടങ്കലാണ്. അങ്ങനെ ഏറിയ നാൾ വീട്ടു തടങ്കലിൽ അവിടെ പാർക്കൊണ്ടിരിക്കുകയാണ്. കൈസരിയിൽ വെച്ചുണ്ടായതുപോലെ തന്നെ ആളുകൾക്ക് വരികയും പോവുകയും കാണുകയും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ പൗലോസിനുണ്ട്. താൻ ഒരു വീട്ടു തടങ്കലിലായിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് റോമിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക് വിവരമറിയിച്ച് അവരെ അവിടെ വിളിച്ചു കൂട്ടി.
അവരുമായി സംഭാഷിക്കാൻ താൻ സമയമെടുത്തു. എന്താണ് അവരുമായുള്ള സംഭാഷണത്തിൽ ഉണ്ടായ വിഷയം? 17-ാം വാക്യം മുതൽ സിസ്റ്റർ വായിച്ചാണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധം ഒന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യെരുശലേമിൽ നിന്ന് ബന്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചാറെ മരണയോഗ്യമായത് ഒന്നും എന്നിൽ കാണായികയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്കും മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർ പറയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. എന്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിക്കാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ലതാനും. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രയേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങളും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ആ ഓരോ വാക്യങ്ങൾ എടുത്താൽ മണിക്കൂർ കണക്ക് ദൈവവചനം ധ്യാനിപ്പാൻ നമുക്ക് അതിൽ ആശയങ്ങൾ ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 20-ാം വാക്യത്തിന്റെ അവസാനം കുറിക്കൊള്ളണം. ആ വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ പ്രത്യാശ ഞാൻ ചങ്ങല ധരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളായ 16 പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന മശിഹായെ കുറിച്ചാണ് ഇവിടെ ഇസ്രായേലിൻ പ്രത്യാശ എന്ന് പറയുന്നത്. ഉൽപ്പത്തി മലാക്കി വരെയുള്ള പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ പ്രത്യാശയാകുന്ന മശിഹായെ കുറിച്ച് ഞാൻ പ്രസംഗിക്ക നിമിത്തമാണ്. നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ചങ്ങലയുടെ കാരണം അതാണ്. പറഞ്ഞാൽ ഞാനൊരു കൊലപാതകനോ, ഞാനൊരു അക്രമിയോ, ഒരു രാഷ്ട്രീയക്കാരനോ, ദ്രോഹിയോ, ഒരു യഹൂദ മതത്തിന് ദ്രോഹം ചെയ്യുന്നവനുമല്ല. പിന്നെയോ നസ്രായന് വേണ്ടിയാണ് ഞാൻ ഈ ചങ്ങല സഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ ദൈവമക്കളും ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടത് നസ്രായന് വേണ്ടിയാണ് ഞാൻ ഈ ചങ്ങല വഹിക്കുന്നത് എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ നസ്രായന് വേണ്ടിയാണ് ഞാൻ ഈ അടികളേറ്റത്. നസ്രായന് വേണ്ടിയാണ് ഞാൻ ഈ നിന്ന സഹിച്ചത്. നസ്രായന് വേണ്ടിയാണ് ഞാൻ സമുദായ സഭകൾ വിട്ടുപോകുന്നത്. ഒരിക്കലും നാം വിട്ടുപോകുന്ന സഭകളെയോ സമുദായ സഭകളെയോ അവിടെയുള്ള മേലധ്യക്ഷന്മാരെയോ യാതൊരു നിലയിലും നാം ഒരു വാക്കും അതേ ദൈവവചനത്തിന് വിരുദ്ധമായ നിലയിൽ അതേ ഉപയോഗിച്ച് സംസാരിക്കരുത്. അവരെല്ലാം മാന്യരാണ്. അവർ മാന്യരായ ദൈവമക്കളാണ്. ഒരിക്കലും നമ്മുടെ വാക്കിൽ നിന്ന് വരരുത്. അതിന് സ്തോത്രം. പൗലോസിന്റെ ജീവിതയാത്രയിൽ നിങ്ങൾ നോക്കുക. പൗലോസ് ഒരിക്കൽ പോലും മഹാപുരോഹിതന്മാരെയോ അവരുടെ മതത്തെയോ ആ മാർഗത്തെയോ ദുഷിച്ച് സംസാരിക്കുന്നില്ല. കാരണം താൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുവാൻ ദൈവമക്കൾ പഠിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പിന്നെ നമുക്ക് ഉയർത്തുവാനുള്ളത് ആരെയാണ്? യേശു ക്രിസ്തുവിനെയാണ്. ഈ ക്രിസ്തു നിമിത്തമാണ് ഞാൻ ഈ ചങ്ങല ധരിക്കേണ്ടി വന്നിരിക്കുന്നത്. മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. യഹൂദന്മാർ പറഞ്ഞു, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെയും തെറ്റായ ഒരു ലെറ്ററും ലഭിച്ചിട്ടില്ല. യെരുശലേമിൽ നിന്ന് സഹോദരന്മാർ ആരും ഇവിടെ വന്ന് ഞങ്ങളോട് ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിന്നിൽ നിന്ന് പല കാര്യങ്ങൾ കേൾക്കണം. നീ ഈ പറയുന്ന മതഭേദം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. മതഭേദമെന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിനെതിരായതെന്നല്ല. നിന്റെ മാർഗം എന്താണ്? നസ്രായനെ കുറിച്ചാണല്ലോ നീ പറഞ്ഞത്. നിന്റെ മാർഗം എന്താണ്? അത് ഞങ്ങൾക്കൊന്ന് കേൾക്കണം. അതെന്ന് ചിന്തിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരി. ആ പട്ടണത്തിലുള്ള റോമൻ പുരിയിലുള്ള സർവ്വ യഹൂദന്മാരെയും വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. ഒരു വലിയ ഗാദറിംഗ് അവിടെ വന്നു ചേരുവാനിടയായിട്ട് രാവിലെ മുതൽ വൈകുന്നത് വരെയും പൗലോസ് അവരോട് തിരുവെഴുത്തുകളെ ആധാരമാക്കി വളരെ ശക്തിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു.
പ്രതികരണം കേൾക്കുക. ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ഇതാണ് അവിടെയും നടന്നത്. ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ജനം അവിടെ നിന്ന് വിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് യെശയ്യാപ്രവചനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വളരെ ശക്തിയായി എടുത്ത് അവരെ ഉദ്ധരിച്ച് കേൾപ്പിച്ചു. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മൗനമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ജനം അവിടുന്ന് പോകുമ്പോൾ പൗലോസ് യെശയ്യാപ്രവചനം 6-ാം അധ്യായം എടുത്ത് ഉദ്ധരിച്ചു. നിങ്ങളുടെ കണ്ണ് ആ നസ്രായനെ കാണുവാൻ കഴിയാതെ പോയി, നിങ്ങളുടെ ചെവിക്ക് അവന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ പോയി, പക്ഷെ നിങ്ങളുടെ കൈകൾ അവൻ ക്രൂശിപ്പാൻ ഉയർന്നു. നിങ്ങളുടെ നാവുകൾ അവനെ സ്തുതിക്കേണ്ടതിന് പകരം നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അവനെ ക്രൂശിക്കുക എന്ന് ഉറക്കം പറഞ്ഞു. ജനം അവിടുന്ന് പിരിഞ്ഞുപോയി. നമ്മൾ ഇത്രയും വായിക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ തീർന്നു പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അല്ല, പൗലോസിന്റെ റോമൻ ജീവിതം, റോമിലെ അവന്റെ ജീവിതം അനേക ജീവിതങ്ങൾക്കൊരു വിടുതലായി. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: പൗലോസ് റോമിലെത്തിയതോടുകൂടെ സുവിശേഷവും റോമിലെത്തിയെന്ന്. റോമുലസിനാൽ പണിയപ്പെട്ടതായ റോം 7 മലകളുടെ മേൽ പണിയപ്പെട്ട ഒരു വലിയ പട്ടണമാണ്. പ്രാചീന കാലത്തെ എല്ലാവിധമായിരിക്കുക അസന്മാർഗികതയും തളങ്കത്തിൽ നിൽക്കുന്ന അസന്മാർഗികതയുടെ ഈറ്റില്ലമായ റോമാണ്. എന്നാൽ ആ ജാതീയ ലോകത്തിൽ പൗലോസിന് സുവിശേഷം പറയുവാൻ സർവശക്തനായ ദൈവം വഴിയൊരുക്കി. കരങ്ങളിൽ ചങ്ങലയുണ്ടെങ്കിലും നാവ് ബന്ധിക്കപ്പെട്ടിട്ടില്ല. പൗലോസ് ശക്തിയോട് സുവിശേഷം അവിടെ പ്രസംഗിപ്പാൻ ഇടയായി തീർന്നു. അടുത്തുള്ള വായിക്കുന്നതാണ്: അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവനും പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ഒരു വാക്കുകൂടെ ഉണ്ട്, ഒരു വാക്കുകൂടെ അവിടെ ചേർത്തിട്ടുണ്ട്: ആരും അവനെ കൈയേറ്റില്ല. അവൻ പ്രാഗൽഭ്യത്തോട് ദൈവവചനം സംസാരിച്ചു. 2 സംവത്സരം കൂലിക്ക് വാങ്ങിയ വീട്ടിൽ താമസിച്ച് റോമിലെ വിശ്വാസികളോടും അവിടെയുള്ള യഹൂദന്മാരോടും ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്നു. റോമക്കാരത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് കേൾക്കേണ്ടത് മതഭേദം പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ആ കാര്യം എന്താണ് ഞങ്ങൾ കേൾക്കണം, ക്രിസ്തീയ മാർഗത്തെ കുറിച്ച് ഞങ്ങൾ കേൾക്കണം. ഇതാണ് അവർ പറഞ്ഞത്. 2 വർഷം അവരോട് 20 വർഷ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അനേകരവിടെ കേട്ടു. അവസാന പദം കേൾക്കുക. അത് വളരെ കുറിക്കൊള്ളേണ്ട ഒരു പദമാണ്. ഏറ്റവും പൂർണ്ണ പ്രാഗൽഭ്യത്തോട് അതെ ദൈവരാജ്യം പ്രസംഗിച്ചു, കർത്താവായ യേശു ഉപദേശിച്ചു തന്നു. ആരും അവനെ കൈമാറ്റം ചെയ്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇരുമ്പ് മറയ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പോലെ ആ ദൈവദാസനെ റോമിൽ ദൈവം സൂക്ഷിച്ചു. എന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത്ഭുതമായി റോമിലുള്ള അനേകർ വിശ്വാസത്തിൽ വരുവാൻ ഇടയായിത്തീർന്നു. കൈസയുടെ അരമനയിലുള്ള അനേകര് വിശ്വസിച്ച് അതേ ദൈവമക്കളായി തീരുവാൻ ഇടയായിത്തീർന്നു. പൗലോസ് റോമിൽ എത്തിച്ചേർന്നു. കർത്താവിന് സ്തോത്രം. തിരിഞ്ഞു നോക്കും. ആ യാത്ര എത്ര ക്ലേശകരമായിരുന്നു, ആ യാത്ര എത്ര ഭീകരമായിരുന്നു. ദമസ്കോസിന്റെ പടിവാതിക്കൽ ആരംഭിച്ച ജീവിതം ഇപ്പോൾ റോമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൈവം വാക്കു പറഞ്ഞാൽ വിശ്വസ്തനാണ്. ദൈവം തന്റെ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ,
ധൈര്യപ്പെടുവേൻ, ബലപ്പെടുവേൻ, കർത്താവിൽ വിശ്വസിപ്പേൻ. നിങ്ങളോട് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിവർത്തിക്കും. ദൈവത്തിന്റെ സമയം. രണ്ടാമത് ചിന്തിക്കുക, ജീവിതത്തിൽ എപ്പോഴും കഷ്ടങ്ങളുണ്ട്, ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളുണ്ട്, ജീവിതത്തിൽ പൈതാഹമുണ്ട്, ജീവിതത്തിൽ പരിഹാസമുണ്ട്. പോയ വഴിയിലൊക്കെ വെച്ച് പൗലോസിനെ തെറ്റിദ്ധരിച്ച ലോകം അവനെ എന്തെല്ലാം പേരുകൾ വിളിച്ചു. ലൂസറയിൽ വെച്ച് ജനം പറഞ്ഞു അവനൊരു ബുദ്ധൻ എന്ന്. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ഒരു ദേവനാണ്. യഹൂദന്മാർ പറഞ്ഞു ഇവൻ അതെ ഈ മാർഗത്തിന് തന്നെ അവൻ ഒരു ഉപദ്രവവാസിയാണ്, ഇവൻ ഈ മാർഗത്തിന് തന്നെ ഒരു ഉപദ്രവവാസിയാണ്. അന്നുള്ള സഭ ചിന്തിച്ചു അതെ ഇവൻ ക്രിസ്തീയ മാർഗത്തെ മുടിക്കുന്നവനാണ്. മെലിത്തിയായിലെത്തിയപ്പോൾ അവിടെയുള്ളതായ ജാതികൾ പറഞ്ഞു അല്ല ഇവനൊരു ദേവനാണ്. ജീവിതയാത്രയിൽ അനേക പേരുകൾ ജനം വിളിക്കും, അത് പല സ്റ്റേറ്റ്മെന്റുകൾ പറയും. ഡോണ്ട് കെയർ, വിളിക്കേണ്ടവർ വിളിച്ചോട്ട്. ഇപ്രകാരം ഒരു പഴഞ്ചൊല്ലുണ്ട്, അതെ ഒട്ടകം പോകുന്ന സമയത്ത് വഴിയരിയിലിരിക്കുന്ന പട്ടി കുരച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ ഒട്ടകത്തെ കാണുമ്പോൾ ശക്തിയായി കുരയ്ക്കും, രണ്ടാമത്തെ ഒട്ടകത്തെ വരുമ്പോൾ പിന്നെയും കുരയ്ക്കും. ഒട്ടകം ഇങ്ങനെ ലൈനായിട്ട് വാലേ ഇങ്ങനെ വരിയായിട്ട് വരികയാണ്. കുറെ കഴിയുമ്പോൾ പട്ടിയുടെ വായ കുരയങ്ങനെ കഴച്ചിട്ട് കുരയങ്ങ് നിർത്തും. ഈ കുരയ്ക്കുന്നവരൊക്കെ കുറെ കുരയ്ക്കും, പക്ഷേ കുറെ ദിവസത്തേക്കോ മാസത്തേക്കോ നീണ്ടു നിൽക്കുകയുള്ളൂ. അത് ജീവിതത്തിൽ മുഴുവനും അത് നീണ്ടു നിൽക്കയില്ല. നിങ്ങളുടെ തലയ്ക്ക് മീതെ കാണുന്ന കരിമേഘം എന്നും അവിടെ നിൽക്കയില്ല. ആ കരിമേഘം മാറിപ്പോകും, സൂര്യൻ ഉദിക്കും. രാത്രി ആയതുകൊണ്ട് സൂര്യൻ എങ്ങോ പോയി മറഞ്ഞുപോയി, ഇനി സൂര്യൻ ഇല്ല എന്ന് ചിന്തിക്കരുത്. ഇല്ല, ഒരു പ്രഭാതം പൊട്ടി വിടരും, സൂര്യൻ ഉദിക്കും. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഇല്ല, അതിനപ്പുറത്ത് ഒരു വഴി ദൈവം തുറക്കുന്നവനാണ്. കർത്താവിന് സ്തോത്രം. കപ്പലുകൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മാറി. പ്രൈസ് ദി ലോർഡ്. ജീവിതയാത്രയിൽ മുൻപോട്ട് പോവുകയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ തന്റെ ജീവിതത്തിന്റെ പട്ടിക വിവരിക്കുമ്പോൾ, താൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ താൻ ഇപ്രകാരം എഴുതി, 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, അനേക പ്രാവശ്യം അടികൾ കൊണ്ടു, കല്ലേറ് കൊണ്ടു. ഇതെല്ലാം കർത്താവ് നിമിത്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തം. അങ്ങനെ റോമിൽ എത്തിച്ചേർന്ന പൗലോസ് അവിടെ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 3 വർഷം താമസിച്ചു. അവിടെ വിഘ്നം കൂടാതെ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പൗലോസിന് എന്ത് സംഭവിച്ചു എന്ന് ലൂക്കോസ് എഴുതിയിട്ടില്ല. ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പിൽക്കാലത്ത് പൗലോസിന് എന്ത് സംഭവിച്ചു നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഒരു 29-ാം അധ്യായം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കാണാമായിരുന്നു. പക്ഷേ ലൂക്കോസ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ ലൂക്കോസിന്റെ മനസ്സിൽ ഇരുന്നത് വേദശാസ്ത്രങ്ങൾ പറയുന്ന ഇങ്ങനെയാണ്: രണ്ടാമതൊരു വാല്യം കൂടെ എഴുതണം, സഭാചരിത്രത്തെ കുറിച്ച് എഴുതാൻ ആഗ്രഹിച്ചതായിരിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി ഉപസംഹാരമില്ലാതെ അവസാനിപ്പിക്കുന്നത്. ഏതൊരു പുസ്തകത്തിന്റെ ഒടുവിൽ ഒരു ഉപസംഹാരമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു ഉപസംഹാരമില്ല. അതിന്റെ അർത്ഥം ഒന്ന്, ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. പൗലോസ് തുടങ്ങി വെച്ചത് നാം തുടരണം. അതാണ് നമ്മുടെ കർത്തവ്യം. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 6-7 മാസങ്ങൾ തുടരുമാനമായി ദൈവവചനം പഠിക്കുവാൻ കൃപയാൽ നമുക്കിടയായി. ഈ വർഷം നമ്മളെ വിട്ടുപോവുകയാണ്. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. പഠിപ്പിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. വചനം വായിച്ചു സഹായിപ്പാൻ സിസ്റ്റർ സൂസമയ ദൈവം ബലപ്പെടുത്തി. കേൾവിക്കാരായ അനേകരെ കൊണ്ടുവന്നു. ആരെല്ലാം ലൈനിൽ വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ.
ഇന്ന് ഈ 12:45 ആയിരുന്ന സമയത്ത് ലൈനിലുള്ള എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോസ്തല പ്രവൃത്തിക്ക് ഒരു ഉപസംഹാരമില്ല. അപ്പോസ്തല പ്രവൃത്തി നമ്മളോട് പറയുന്നത് അവർ ഇവിടം വരെ ചെയ്തു, നിങ്ങൾ ഇനിയും ചെയ്യണമെന്നാണ്. നമുക്ക് ഈ കാര്യം തുടർന്ന് കൊണ്ടുപോകാം. സ്തോത്രം. നമുക്ക് ഈ കാര്യം കൊണ്ടുപോകാം. പൗലോസ് കൈസരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പല കപ്പലുകൾ മാറി മാറി കയറി ഓളങ്ങളുടെ നടുവിൽ കൂടെ യാത്ര ചെയ്തു. ജീവിതമാകുന്ന നൗകയിൽ നിത്യസമൂഹത്തേക്ക് യാത്ര ചെയ്യുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ, ജീവിത മധ്യേ അനേക ഓളങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. ലോകം നമ്മെ തെറ്റിദ്ധരിക്കാം. പല പേരുകൾ ഇടയ്ക്ക് വിളിച്ചെന്ന് വരാം. അവർ നമ്മളെ തെറ്റിദ്ധരിച്ചു. പല കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചേക്കാം. പക്ഷേ പൗലോസ് പറഞ്ഞ കാര്യം മറക്കരുത്. ഞാൻ ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാണ് ഈ ചങ്ങല ധരിക്കുന്നത്. ക്രൈസ്തവോ യേശു ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിലെ ഏക മാതൃകാ പുരുഷൻ. മറ്റാരുമല്ല. നമുക്ക് യേശു ക്രിസ്തുവിലേക്ക് മാത്രം നമ്മുടെ ഹൃദയം കേന്ദ്രീകരിക്കാം. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തവും നമ്മുടെ വിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ലൈനിൽ വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിന്റെ ആരംഭം കണ്ട അനേകർ ഇതിന്റെ അവസാനം കാണുവാൻ കഴിയാതെ അതേ ഈ എപ്പിഡമിക് നിമിത്തം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഭദ്രതയുടെ ജയങ്കിൽ സൂക്ഷിച്ചതായി ഞങ്ങളുടെയും ജ്ഞാനത്തിനേറെ ഈശാനമൂലനോട് ഭദ്രയോടെ വീശി എങ്കിലും ഞങ്ങളെ നിർത്തിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ നീ എത്ര നല്ലവനാണ് കർത്താവേ, എത്ര വിശ്വസ്തനാണ്. നിന്റെ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കായി ഞങ്ങൾ ലൈനിൽ വന്ന് ദൈവവചനം പഠിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. വചനം വായിച്ചവർക്കായി സ്തോത്രം. അതിൽ സഹകരിച്ചവർക്കായി സ്തോത്രം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. കൂലിക്ക് വാങ്ങിയ വീട്ടിൽ അതേ വിഘ്നം കൂടാതെ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു പോകുന്നു. അതേ ക്രിസ്തുവിനെ കുറിച്ച് അവരോട് സംസാരിച്ചു പോകുന്നു. ആരും അവനെ കൈയേറ്റം ചെയ്തില്ല എന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങളെ ആശ്രയിക്കുന്ന സ്ഥാനത്ത് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, ദൈവരാജ്യത്തെ കുറിച്ച് പറയുവാൻ ആവശ്യമായ ദൈവകൃപ ഇനിയും ഞങ്ങൾക്ക് തരണമേ കർത്താവേ. പുത്രനെ കൂടെ മഹത്വപ്പെടുത്തണം. തുടർന്ന് ആരാധിപ്പാൻ ആവശ്യമായ കൃപ നൽകും. പുത്രനെ കൂടെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ യാചിക്കുന്ന പിതാവേ കേൾക്കുമാറാകണം. ആമേൻ. ആമേൻ.